അത്രയ്ക്ക് സാമ്പത്തികമായി തകർന്ന അവസ്ഥയിലാണ് ഞങ്ങളായിരിക്കുന്നത്. കാരണം 31 വയസ്സുള്ള എൻ്റെ വൈഫ് ഇപ്പോൾ ഏകദേശം 4 ഓപ്പറേഷന് വിധേയമായി കഴിഞ്ഞു. അവസാനമായി ഇപ്പോൾ RCCയുടെ ചികിത്സയിലാണ്. തൈറോയ്ഡ് ക്യാൻസറായി ഭാരപ്പെടുന്നു. അതിന് തന്നെ ഒരു ഡോസ് മരുന്ന് കഴിക്കണമെങ്കിൽ 1,00,000 രൂപ ആവശ്യമാണ്. അത് കണ്ടെത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. കാരണം 4 ഓപ്പറേഷനും ഞങ്ങൾക്കുണ്ടായിരുന്ന, അതായത് എനിക്കുണ്ടായിരുന്ന 7 സെന്റ് വസ്തുവും വീടും അത് ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷനുകളൊക്കെ ഞങ്ങൾ ചെയ്തത്. അതിപ്പോൾ ജപ്തിയുടെ ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. ജപ്തി നോട്ടീസ് വന്നല്ലേ? ജപ്തി നോട്ടീസ് വന്നു. അത് ഇനി തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അതും നല്ലൊരു ബാധ്യതയായി മുന്നോട്ട് പോകുന്നു. അതും ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളെന്താ കറിയൊക്കെ വെച്ചതെന്ന്. അപ്പം അവർ പറഞ്ഞു കറിയൊന്നും വെച്ചില്ല, കാരണം കറി വെക്കാൻ പൈസ ഇല്ല, ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവരെ കൊണ്ടത് പറയിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോയിലൂടെ പറയുന്നത്. കാരണം കുഞ്ഞിന് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന പൈസ എടുത്ത് അതിന് കൊണ്ട് കൊടുത്തു. കാരണം ഞാൻ ചോദിക്കാൻ എല്ലാവരും മിക്കവരൊക്കെ ചോദിക്കുന്ന എല്ലാവരോടും ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇങ്ങനെ ഒരു സാമ്പത്തിക വളരെ ഒരു പരിതാപാവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. തകർന്ന അവസ്ഥയിലാണ്. മരണത്തിന്റെയും ജീവന്റെയും നടുവിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അല്ലാതെ മറ്റാരും സഹായിക്കാനില്ല. ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഉള്ള സ്ഥലമൊക്കെ കൊണ്ടുവന്ന് വെച്ചത്, വീടും കൊണ്ടുവച്ചത്. പക്ഷെ ഇനി അത് എന്ത് ചെയ്യും? അതെടുക്കണ്ടേ? എടുക്കുന്ന മാത്രമാണ്. വിദേശത്തുനിന്ന് വരുന്ന പൈസയാണ്, വിദേശത്തുനിന്ന് വരുന്ന മരുന്നാണ്. ഇതെന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാവുന്നല്ല ഉള്ളൂ, മാർഗമുള്ളൂ. പ്രിയമുള്ളവർ, പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ദൈവമക്കളെ നൽകുമായിരുന്നു. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. തീർച്ചയായിട്ടും അവരെ വന്ന് കാണാം. തീർച്ചയായിട്ടും വന്നൊരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും കണ്ണുനീരോടാണ് പറയുന്നത്. ഒക്കെ എനിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത ഭാരം, വല്ലാത്ത പ്രയാസമൊക്കെ ഉണ്ട്. രോഗമൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആര് നാളെ രോഗിയാകാം, ആർക്കും രോഗം വരാം. പക്ഷെ അതിൻ്റെ സാമ്പത്തികം കൊണ്ടില്ല, എന്ത് ചെയ്യും? ഞാനും കണ്ണുനീരോടുകൂടിയാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ദൈവം നിങ്ങളെ ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 കുഞ്ഞുങ്ങളുണ്ട്, 10 വയസ്സും 6 വയസ്സുമാണ്. കഴിഞ്ഞ പ്രാവശ്യം മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് 6 വയസ്സുള്ള കുഞ്ഞിനെ അവരുടെ അടുത്തുനിന്ന് മാറ്റി. കാരണം പ്രതിരോധശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പ്രായമുള്ളവരാണെങ്കിലും ഒന്നും അടുത്ത് വരാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് കുഞ്ഞിനെ മാറ്റി നിർത്തിയത്. ഓക്കെ, പ്രിയമുള്ളവരെ, ഞാൻ പാസ്റ്റർ സജി വള്ളിക്കുന്ന്. ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഇപ്പോഴ് ജിജോ ജോർജ് പാസ്റ്ററുടെ വാടക ഭവനത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വെറും 31 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഒന്ന് അപ്പൻഡിക്സിൻ്റെ ഓപ്പറേഷനായിരുന്നു, പിന്നെ ഹെർണിയയുടെ ഓപ്പറേഷനായിരുന്നു, തൈറോയിഡിൻ്റെ ഓപ്പറേഷനായിരുന്നു, പിന്നെ ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിലൊരു ഓപ്പറേഷനായിരുന്നു. അങ്ങനെ 4 ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ക്യാൻസർ രോഗമാണ്, തൈറോയ്ഡ് ക്യാൻസർ. ഇതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തികമില്ല. ഈ ഓപ്പറേഷനുകൾക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും പ്രിയമുള്ളവരെ, അവർക്ക് ആകെ ഉണ്ടായിരുന്ന സ്ഥലം കൊണ്ടുവന്ന് ലോൺ എടുത്തിട്ടാണ് ഇതുവരെ ചികിത്സിച്ചത്. അങ്ങനെ 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇപ്പോൾ 7 ലക്ഷത്തിൽ പരം രൂപയായി. ജപ്തിയിലായിരിക്കുകയാണ്. ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇനി എത്ര കോഴ്സ് മരുന്നെടുക്കണമെന്ന് നമുക്കറിയില്ല. ഒരു കോഴ്സിന് 1 ലക്ഷം രൂപയാണ്. ഇനി അത് തന്നെ എത്ര നാൾ എടുക്കണമെന്നറിയില്ല. തൈറോയ്ഡ് ഗ്രന്ഥി പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞു. ജീവിതകാലം മുഴുവൻ തൈറോയ്ഡിന് മരുന്ന് കഴിക്കണം. 2 ചെറിയ കുഞ്ഞുങ്ങൾ, ഒരാൾ 6 വയസ്സുള്ളൊരു കുഞ്ഞ്,
മോൻ എത്രയായി? 10 വയസ്സുള്ള വേറൊരു കുഞ്ഞ്, മൂത്ത കുഞ്ഞ്. കുഞ്ഞിനൊരു പ്രയാസത്തിലായിരിക്കുകയാണ്. ഒരു ഉദുമൂട് എന്ന സ്ഥലത്തുള്ള AG ചർച്ചിലാണ്, AGയിലെ ഒരു പാസ്റ്ററാണ്. ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ പേരെങ്ങനെ? എൻ്റെ പേര് ലിജു ജോർജ്. ഇച്ചിരിയുടെ ഉറക്കെ പറയാമോ? ലിജു ജോർജ്. ഓക്കെ. പാസ്റ്റർ സ്വന്തം വീട് എവിടെയാ? ആയൂര് ചെറുവക്കൽ എന്ന സ്ഥലത്താണ്. അവിടെ ഏത് പഞ്ചായത്താ? ഇളമാട് പഞ്ചായത്ത്. ഇളമാട് പഞ്ചായത്താണ്. എത്രാമത്തെ വാർഡാ? 16ാമത്തെ വാർഡ്, ചെറുവക്കൽ വാർഡ്. ചെറുവക്കൽ വാർഡ്. ദൈവത്തിന് മഹത്വം. ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ മധ്യത്തിലായിരിക്കുന്നത് ഒരു ചെറിയ സാമ്പത്തിക സഹായത്തോടെ ബന്ധത്തിലാണ്. കാരണം അതിന് തന്നെ ഒരു ഡോസ് മരുന്ന് കഴിക്കണമെങ്കിൽ 1,00,000 രൂപ ആവശ്യമാണ്. അത് കണ്ടെത്താനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ല. കാരണം 4 ഓപ്പറേഷനും ഞങ്ങൾക്കുണ്ടായിരുന്ന, അതായത് എനിക്കുണ്ടായിരുന്ന 7 സെന്റ് വസ്തുവും വീടും അത് ബാങ്കിൽ പണയം വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഓപ്പറേഷനുകളൊക്കെ ഞങ്ങൾ ചെയ്തത്. അത് ഇപ്പോൾ ജപ്തിയുടെ ബന്ധത്തിലാണ് ആയിരിക്കുന്നത്. ജപ്തി നോട്ടീസ് വന്നല്ലേ? ജപ്തി നോട്ടീസ് വന്നു. അത് ഇനി തിരിച്ചടയ്ക്കാനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല. അതും ഒരു നല്ലൊരു ബാധ്യതയായി മുന്നോട്ട് പോകുന്നു. അതും ബാങ്കിൽ നിന്ന് എടുത്തില്ല എങ്കിൽ അത് അവർ കൊണ്ടുപോകും. പക്ഷേ അതോടൊപ്പം എൻ്റെ വൈഫിനും ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അതിനുവേണ്ടി ഇനിയും സാമ്പത്തികം ഒരുപാട് ആവശ്യമാണ്. കാരണം ഇനി അത് കഴിഞ്ഞിട്ട് എത്ര ഡോസ് മരുന്ന് കുടിക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. RCCയിലുള്ള ചികിത്സയിലാണ്. ഒരു ഡോസിന് 1,00,000 രൂപയാണ്. ഒരു ഡോസിന് 1,00,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ബ്ലഡ് ടെസ്റ്റിങ്, സ്കാനിങ്, ഇതിനെല്ലാം പിന്നെയും പൈസ ചെലവാണ്. 3 മാസം 6 മാസം കൂടുമ്പോൾ ഇത് സ്കാനിങ് ചെയ്യണം. അതിന് ശേഷമാണ് പിന്നെയും അടുത്ത ഡോസ് മരുന്ന് കഴിക്കേണ്ടത്. കാരണം ഈ മരുന്ന് കുടിക്കുമ്പോൾ റേഡിയേഷൻ എത്രത്തോളമാണോ അത്രത്തോളം ഫലം ചെയ്യുന്ന മരുന്നാണ്. കാരണം നമ്മൾ കീമോയ്ക്ക് ചെയ്യുന്നത് പോലെ അതിന് പകരമുള്ള മരുന്നാണ്. തൈറോയിഡ് ആയതുകൊണ്ട് അത് കീമോ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്ന ഈ മരുന്ന് കുടിക്കുന്നത്. അത് ഫോറിൻ മരുന്നാണ്. അത് ഈ മരുന്ന് RCCയിൽ അത് ഇങ്ങനെ കുടിക്കാനുള്ള അവർക്ക് അതിനുള്ള ഇതില്ല. അതുകൊണ്ടാണ് അവർ പുറത്ത് തന്നെ പ്രൈവറ്റ് ആയിട്ടാണ് അവർ തന്നെയാണ് എഴുതി വിടുന്നത്. ഇന്ന ഹോസ്പിറ്റലിൽ പോകണം, ഇന്ന മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞ് അവർ തന്നെയാണ് വിടുന്നത്. അത് പ്രകാരമാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ തന്നെ വളരെ സാമ്പത്തികമായി തകർന്ന് അവസ്ഥയിലാണ്. ഇനി ജീവിക്കണമോ എങ്ങനെയാണ് എന്നൊന്നും അത് അറിയത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന വീടും വസ്തുവും അതും ജപ്തിയുടെ ബന്ധത്തിലാണ്. ഇനി ചൂടുന്ന ചികിത്സയ്ക്കും എങ്ങനെ മുന്നോട്ട് പോകും എന്ന അവസ്ഥയിലല്ല ഞങ്ങളായിരിക്കുന്നത്. കാരണം എനിക്ക് 10 വയസ്സ് കഴിഞ്ഞ മൂത്ത മകനും 6 വയസ്സ് കഴിഞ്ഞ ഇളയൊരു മകനുമുണ്ട്. ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ വാടക വീട്ടിലാണ്, സഭയുടെ ബന്ധത്തിൽ. കാരണം അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഉദിമൂട് സഭയുടെ ബന്ധത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത്. ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം ഓരോരോ പ്രതിസന്ധികൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 6 വർഷമായി ഈ സഭയിൽ ശുശ്രൂഷിക്കുകയാണ്. ഈ 6 വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ 4 ഓപ്പറേഷനൊക്കെ കഴിയുമ്പോൾ, അതും ചെറിയ സഭയാണ്, സാമ്പത്തികമായി വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഉള്ളത്. അവരും ഡെയിലി ജോലിക്ക് പോയി വരുന്നുള്ള സാമ്പത്തികമേ അവർക്കും ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് മേടിക്കുമ്പോഴും നമുക്കും ചോദിച്ചു മേടിക്കാനായിട്ട് കഴിയാത്ത അവസ്ഥയാണ്. കാരണം അവർക്കും ഞങ്ങളാണ് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്കുള്ളതിൽ നിന്ന് അവരെയും സഹായിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോ ഇങ്ങനെ ആകെ തകർന്ന് നുറുങ്ങി എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന അവസ്ഥയിലാണ് ഞങ്ങളായിരിക്കുന്നത്. കാരണം ഇന്ന് ഈ സജിപ്പാസ് ഇവിടെ വരുമെന്നും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം തന്നെ ഇന്ന് ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയും ഈ വീഡിയോ എടുക്കാമെന്ന് പറയുകയും ചെയ്തു. പ്രിയപാസ് കോതമംഗലത്ത് നിന്നാണ് വണ്ടി ഓടിച്ച് ഇവിടെ വരെ ഞങ്ങളെ ഈ സാഹചര്യം അറിഞ്ഞ് ഓടിയെത്തുകയായിരുന്നു. എങ്ങനെ ഞങ്ങളുടെ ഈ തകർന്ന അവസ്ഥയിൽ പ്രിയപാസക്ക് അഗാധമായി നന്ദിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനകത്താണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയത്തില്ല, എങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. കാരണം ഇങ്ങനെ ഒരു സാമ്പത്തിക വളരെ
ഒരു പരിതാപാവസ്ഥയിലാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. തകർന്ന അവസ്ഥയിലാണ്. മരണത്തിന്റെയും ജീവന്റെയും നടുവിൽ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷെ ഒരു പ്രത്യാശ ഉണ്ടെന്ന് തന്നെ കർത്താവ് അറിയാതെ ഞങ്ങൾക്കൊന്നും വരുന്നില്ല എന്നൊരു പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ആ ഒരു പ്രത്യാശയിലാണ് ഞങ്ങൾ ഇതുവരെയും പിടിച്ചു നിന്നത്. ആ കർത്താവിന് ഞാൻ എത്രത്തോളം നന്ദി പറയുന്നു. കാരണം മനസ്സ് തകർന്ന പല അവസ്ഥയിലും ദൈവമാണ് ഞങ്ങൾക്ക് കൂടെ നിന്നത്. ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. മരണമാണോ ജീവനാണോ? എൻ്റെ വൈഫിനെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവന്നേ പറ്റൂ, ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ പറ്റൂ. അതും വളരെ ആവശ്യമാണ്. എൻ്റെ വീടും വസ്തുവും അതും ജപ്തിയിലേക്ക് കാണും, അതും തിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുന്നില്ല. കാരണം ഒന്നിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ അടുത്ത ഒരു പ്രതികൂലം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. തൈറോയിഡിന്റെ ഓപ്പറേഷൻ ഇവിടെ അല്ലേ? ഇവിടെ ആണല്ലേ? ഓക്കെ, അവിടെയാണ് ഓപ്പറേഷൻ ചെയ്തല്ലേ? ഓക്കെ. പക്ഷേ നിങ്ങൾക്ക് അക്കൗണ്ടൊക്കെ ഏത് ബാങ്കിലാ? എൻ്റെ മക്കളുടെ ആയൂർ ബ്രാഞ്ചിൽ, കാനറ ബാങ്കിലാണ്. ഓക്കെ. ആ പേരെങ്ങനെ കിടക്കുന്നതിനകത്ത്? പേര് ലിജു ജോർജ്, ബ്രാഞ്ച് ആയൂര്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കാര്യങ്ങളെ കേട്ടല്ലോ. ഈ അക്കൗണ്ടിൽ തന്നെ പൈസ അയക്കണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അക്കൗണ്ട് നമ്പർ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് അക്കൗണ്ട് നമ്പർ ഇതിൽ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ തരും. അതേ മാർഗമുള്ളൂ. ഫേസ്ബുക്കിൽ നമുക്കിടാൻ പറ്റും, പക്ഷെ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ വീഡിയോ കാണുന്നവർ അതിൽ വിളിക്കുക, കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക. 31 വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രിയ ദേവദാസിക്ക്. നമ്മുടെ ഒരു മോളൊക്കെ ആകാനുള്ള പ്രായം മാത്രമേ ഉള്ളൂ. ഇവളുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിക്കണം. നമ്മളല്ലാതെ മറ്റാരും സഹായിക്കാനില്ല. ഒരു പ്രതീക്ഷയോടു കൂടിയാണ് ഉള്ള സ്ഥലമൊക്കെ കൊണ്ടുവന്ന് വെച്ചത്, വീടും കൊണ്ടുവച്ചത്. പക്ഷെ ഇനി അത് എന്ത് ചെയ്യും? അതെടുക്കണ്ടേ? എടുക്കുന്ന മാത്രമാണ്. വിദേശത്തുനിന്ന് വരുന്ന പൈസയാണ്, വിദേശത്തുനിന്ന് വരുന്ന മരുന്നാണ്. ഇതെന്ത് ചെയ്യാൻ പറ്റും? വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാമെന്നല്ല ഉള്ളൂ, മാർഗമുള്ളൂ പ്രിയമുള്ളവർ. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിലൊക്കെ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ദൈവമക്കളെ നൽകുമായിരുന്നു. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, വിശുദ്ധന്മാർക്കുള്ള ധനശേഖരണമെന്നാണ് നമ്മൾ ദൈവവചനത്തിലൂടെ അത് വായിക്കുന്നത്. ഈ പ്രിയമുള്ളവരെ സഹായിക്കണം. ഈ പ്രിയമുള്ളവരുടെ കണ്ണുനീര് കാണണം, അവിടെ വേദനകൾ കാണണം. ഈ പ്രായം 31 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പേര് ഫോൺ ചെയ്യാറുണ്ട്, ഒരുപാട് പേര്. പക്ഷേ ഈ ഒരു പ്രായത്തിൻ്റെ സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വരാനും പ്രിയമുള്ളവരുടെ അവസ്ഥകൾ കാണാനും. എൻ്റെ സ്നേഹിതൻ അവരെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ആ സ്നേഹിതരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഞാൻ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇവിടെ എത്തിച്ചേർന്നത്. ഒക്കെ പ്രിയമുള്ളവരെ, ഇവർക്ക് വേണ്ടി സഹായിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഒരു മോളെ പോലെ കണ്ട്, നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ കണ്ട് ഈ പ്രിയമുള്ളവരെ സഹായിക്കണമേ. ദൈവത്തിരി അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയായിട്ടാ? അല്ല, വെഞ്ഞാറമ്മൂട്, ആലുവളാണ്, കുറ്റിമൂട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. തീർച്ചയായിട്ടും അവരെ വന്ന് കാണാം. തീർച്ചയായിട്ടും വന്നൊരു വാക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കർത്താവ് ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും കണ്ണുനീരോടാണ് പറയുന്നത്. ഒക്കെ എനിക്ക് വല്ലാത്ത വിഷമം, വല്ലാത്ത ഭാരം, വല്ലാത്ത പ്രയാസമൊക്കെ ഉണ്ട്. രോഗമൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ആരും നാളെ രോഗിയാകാം, ആർക്കും രോഗം വരാം. പക്ഷെ അതിൻ്റെ സാമ്പത്തികം കൊണ്ടില്ല, എന്ത് ചെയ്യും? ഞാനും കണ്ണുനീരോടുകൂടിയാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ദൈവം നിങ്ങളെ ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 2 കുഞ്ഞുങ്ങളുണ്ട്, 10 വയസ്സും 6 വയസ്സുമാണ്. കഴിഞ്ഞ പ്രാവശ്യം മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് 6 വയസ്സുള്ള കുഞ്ഞിനെ അവരുടെ അടുത്തുനിന്ന് മാറ്റി. കാരണം പ്രതിരോധശേഷി കുറഞ്ഞ കുഞ്ഞുങ്ങളാണേലും
അതുപോലെ തന്നെ പിന്നെ പ്രായമുള്ളവരാണെങ്കിലും ഒന്നും അടുത്ത് വരാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് കുഞ്ഞിനെ മാറ്റി നിർത്തിയത്. ഓക്കെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. ദൈവം നിങ്ങൾക്ക് വേണ്ടുന്ന വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനേകർ നിങ്ങൾക്ക് വേണ്ടി കരങ്ങളെ തുറക്കും. ദൈവത്തിൻ്റെ മനസ്സോടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യും. അതുകൊണ്ട് ധൈര്യമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളിന്നെന്താ കറിയൊക്കെ വെച്ചതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, കറിയൊന്നും വെച്ചില്ല, കാരണം കറി വെക്കാൻ പൈസയില്ല, ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവരെ കൊണ്ടത് പറയിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വീഡിയോയിലൂടെ പറയാം. കാരണം കുഞ്ഞിന് ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ആകെ ഉണ്ടായിരുന്ന പൈസ എടുത്ത് അതിന് കൊണ്ട് കൊടുത്തു. കാരണം ഞാൻ ചോദിക്കാൻ എല്ലാവരും മിക്കവാറൊക്കെ ചോദിക്കുന്ന എല്ലാവരോടും. അപ്പം ഞാനത് അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. ഓക്കെ, ദൈവം നിങ്ങളുടെ അവസ്ഥകളെല്ലാം മാറ്റും. പ്രിയമുള്ളവരെ, ഇവരെ സഹായിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.